Hello guys, welcome back to yet another episode of OSB podcast. Yes. Clap അടിക്കൂ. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോൺട്രവേഴ്സീസ്, യൂട്യൂബിലെ കോൺട്രവേഴ്സീസ്. ബുക്കിൽ നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഭയങ്കര പ്രിപ്പയർ ചെയ്താണ് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോൺട്രവേഴ്സി ചിക്കൻ ലെഗിൽ അശ്വിന് നീതി കിട്ടിയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരോട് പോവാം. അപ്പോൾ എന്ത് തോന്നുന്നു അഖിൽദാസ്? ചിക്കൻ ലെഗിൽ നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശം. അതിനു മുന്നേ സംഭവം മനസ്സിലായോ? അതിനു മുന്നേ ആ ഒരു ഇൻസിഡന്റ് പറയുന്നത് നന്നായിരിക്കും. ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ, അശ്വിന് ചിക്കൻ കാല അങ്ങനെ എന്തോ ഒരു വീഡിയോ, അത് കയറി നോക്കിയപ്പോഴ് സീക്രട്ട് ഏജന്റ് ഇങ്ങനെ ആധികാരികമായിട്ടും ചിക്കൻ കാല അവിടെ കിട്ടൂ അങ്ങനെ ചർച്ച ചെയ്യണം. ഇതെന്തൊരു പാട്, ഇത്ര ഇതാവോ ചിക്കൻ കാലിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോഴും ഞാൻ അതിൽ കയറി നോക്കി, നോക്കി എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. അങ്ങനെ കയറി നോക്കിയപ്പോഴ് പുള്ളിക്ക് ദിയാകൃഷ്ണൻ ഇത് ഈ ചിക്കൻ കറി ഉണ്ടാക്കണ ഒരു വ്ളോഗാണ് അത് ചെയ്യണത്. അപ്പോഴ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അതിലാകെ 4 കാലേ ഉള്ളൂ, ചിക്കൻ കാലേ 2 കോഴിയേ ഉള്ളൂ. 2 കോഴിയേ ഉള്ളൂ, 4 കാലം. അപ്പോഴ് അവിടെ കുറച്ച് ആളിന്റെ അംഗങ്ങൾ കൂടുതലാണല്ലോ. അപ്പോഴ് അമ്മ പറഞ്ഞ് എന്റെ കൊച്ചിനും ചിക്കൻ വേണം, പക്ഷെ എന്റെ കൊച്ചിനും കാല് വേണം, ഹൻസു കൊച്ച് ഇളയ കുട്ടിക്ക് കാല് വേണം, അതുകൊണ്ട് വലിയ കുട്ടിക്ക് വേണ്ട, അങ്ങനെ എന്തോ ഒരു കമന്റ് വന്നു. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ദിയാകൃഷ്ണൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി, ഇതാണ് പ്രശ്നം. അപ്പൊ അതെന്തോ ഭയങ്കര സ്പെഷ്യൽ ചിക്കൻ കറി പറയുന്നത്. നമ്മൾ എന്തുമാത്രം ഇവിടെ ചിക്കൻ അവരെന്ത് ചെയ്താലും ഇങ്ങനെയാണ്. നമ്മൾ എന്തുമാത്രം ചിക്കൻ കറികൾ ഇവിടെ വെക്കുന്നു. നിങ്ങൾക്ക് ഒരു കോൺട്രവേഴ്സി ഇതിലുണ്ടാക്കിക്കൂടെ? അതൊരു ചർച്ചാ വിഷയം ആക്കിക്കൂടെ? റെഡിറ്റിലിട്ട് ചർച്ച ചെയ്തുകൂടെ? സീക്രട്ട് ഏജന്റ് ചർച്ച ചെയ്തുകൂടെ? ഇത് ഭയങ്കര ചർച്ച, കേരളം മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയമായ സാധനമാണ് മരുമോന് ചിക്കൻ ലെഗ് പീസ് കൊടുക്കുന്നത്. അപ്പോ അത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അവിടെ ഈ മറ്റേ JBI ചെയ്യാൻ കണ്ടാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്തോന്ന്, ഈ എപ്പോഴും ആ മരുമോന് മകളല്ല മരുമോൻ എപ്പോഴും എല്ലായിടത്തും സ്ഥാനം കൂടുതലാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പൊ ഇവിടെ മരുമോൻ നമ്മുടെ ഇവിടെ വീട്ടിൽ വരുമ്പോ ഒരു മതിപ്പ് പോലെയാണ്. ഓ മരുമോൻ വന്നു, മകളെക്കാൾ കൂടുതൽ നമ്മളെപ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മരുമോനെ പോലെയല്ല. മരുമോൻ വരുമ്പോ മരുമോൻ വന്നല്ലോ, അങ്ങനെ ഒരു പരിവേഷവും അങ്ങനെ ഒരു ഇതാണ്, ഒരു സ്പെഷ്യൽ പ്രിവിലേജാ. എനിക്ക് അറിഞ്ഞൂടാ. അത് നിന്റെ ചേട്ടൻ്റെ അടുത്ത് മറ്റേ മൊത്തത്തിൽ നമ്മളെ ഒരു സംസ്കാരത്തെ ഒരു കൾച്ചറൽ ഒരു ഇത് അങ്ങനെയാണ്. അപ്പോഴും അങ്ങനെ നോക്കുമ്പോ ആ ഒരു നമ്മള് ശീലിച്ച ഒരു സാധനം നോക്കുമ്പോ ഇത് കാണുമ്പോ അവിടേക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലേ? ആ ഒരു മതിപ്പ് കിട്ടുന്നുണ്ടോ അശ്വിന്? അങ്ങനെ ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അവരുടെ ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു അവര് ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെ. അതാ മൂത്ത കുട്ടി എന്ന് പറഞ്ഞത്. പക്ഷെ മൂത്ത കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞത് അല്ല, അവര് അവരെ മോനെ പോലെ അല്ലെങ്കിൽ അവരെ മക്കളെ പോലെയാണ് കണ്ടത്. പക്ഷെ സ്വന്തം മക്കളോട് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ചായ. അപ്പൊ അത് കണ്ടപ്പോ തോന്നി, സത്യം പറഞ്ഞാൽ അതൊരു വലിയ കോൺട്രവേഴ്സി ആവേണ്ട സാധനമല്ല, വേറെ ആരെങ്കിലും ഇട്ടിരുന്നെങ്കിൽ. ഇവരായതുകൊണ്ടാണ് ഇത് കൃഷ്ണ ഫാമിലി ആയതുകൊണ്ടാണ് അവരെന്തിട്ടാലും അത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. റെഡിറ്റിലൊക്കെ കയറി നോക്കി ഇത് മാത്രമേ ഉള്ളൂ. ഡീക്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിറ്റ് ഒരു ചാകരയാണ്. അതിൽ പറഞ്ഞ എൻഗേജ്മെന്റും കമന്റ്സും ആ ഒരു കോൺട്രവേഴ്സി എപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് അവരുടെ യൂട്യൂബിന്റെ ഒരു ഗ്രോത്തിന്റെ ഒരു അത് സംഭവം നമ്മള് പ്രത്യേകം എടുത്ത് അവർക്ക് അറിയാം എങ്ങനെ ഇത് ലൈം ലൈറ്റ് നിൽക്കണം. അറിയാന്നുള്ളതാണോ അത് സംഭവിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു കോൺട്രവേഴ്സി എലമെന്റ് എപ്പോഴും കാണാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഇടയ്ക്ക് വെച്ച് മറ്റേ ഈ കുഴികുട്ടി
കഞ്ഞി മറ്റേ കൊടുക്കുന്ന കഞ്ഞി സംഭവം കൊടുക്കുന്ന ഉണ്ടായിരുന്നു. സാധനം പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പിന്നെ ഇടയ്ക്ക് മറ്റേ അവരുടെ ബൊട്ടീക്കില് നടന്നൊരു സംഭവം, നടന്നൊരു സംഭവം. മറ്റേ അത് പൈസ പിന്നെ പൈസ വെട്ടിച്ചത് വെട്ടിച്ചത്. അതൊക്കെ വന്നത് അതെ അത് വന്നത്. അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഒക്കെ വന്നത്. അതെ അതെ പക്ഷെ അവർക്ക് ആ ഒരു കണ്ടന്റും കുറെ ന്യൂസും അതെ കിട്ടുന്നുണ്ട്. കിട്ടും. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ യൂട്യൂബിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഫാമിലി ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രസവം തന്നെ അതെ. അതും യൂട്യൂബ് ഇതുവരെ കാണാത്ത രീതിയിൽ ഭയങ്കര ഒരു ഒരുപാട് കാണാത്ത ചർച്ചകൾ രീതിയിലുള്ള നടന്ന്. പ്രസവ വീഡിയോ. അതെ അതെ. ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രസവം വീഡിയോസ് ഒക്കെ ഇനി വരുന്നത്. അവരൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചു. ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ട്രെൻഡ് സെറ്റർ ആയിരുന്നു. പിന്നെ മറ്റേ ആ ഒരു കിംസ് ഹോസ്പിറ്റൽ ആ ഒരു സ്യൂട്ട് റൂം അത് തന്നെ ഫേമസ് ആയി. സ്യൂട്ട് റൂം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം തന്നെ ഫേമസ് ആയി. അപ്പൊ ഒരു ട്രെൻഡ് സെറ്റേഴ്സ് തന്നെ അല്ലേ, അത് സമ്മതിച്ചു കൊടുക്കണോടാ. ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കിയില്ലേ നമ്മക്കും. അതാണ് പ്രശ്നം. നമ്മൾ ഇതിലൊരു കോൺട്രവേഴ്സി ഇല്ല. ഈ ഒരു ഇതില് ഒരു ചാനലില് ഒരു കോൺട്രവേഴ്സി എലമെന്റ്സ് ഇല്ല, കിട്ടുന്നില്ല. അതെ ഗൈസ്, അപ്പൊ ഈ കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ചാനലിൽ നിലനിൽപ്പുള്ളൂ. അപ്പൊ നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ അവസാനമായിട്ട് നമുക്ക് കോൺട്രവേഴ്സി വന്നു. നമുക്കൊരു ഒരു എന്ന് വെച്ചാൽ നമ്മളതിൽ കോൺട്രവേഴ്സീസ് ഒക്കെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ചർച്ചാ വിഷയം ആവണ സാധനങ്ങളും ഭയങ്കര കുറവാ. സംഭവം നല്ലതാ. സാധനം അങ്ങനെ പോണതാണ് സത്യം പറഞ്ഞ നല്ലത്. വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. വ്യൂ ഇല്ലെങ്കിൽ കോൺട്രവേഴ്സി ഒക്കെ ഇച്ചിരി ആവാം. കാരണം അവള് പട്ടം വീഡിയോ ഒക്കെ ഇട്ടിട്ടേ എല്ലാരും ഭയങ്കര ഫീഡ്ബാക്ക്. പക്ഷെ അങ്ങോട്ട് നല്ല എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ വ്യൂസ് ഒന്നും കിട്ടൂല. എനിക്ക് തോന്നുന്നു ക്ലിക്ക് ബൈറ്റ് സാധനം ഉണ്ടെങ്കിൽ ഇപ്പം സംഭവം തന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ഇട്ടായിരുന്നു മൃണാളിന്റെ അവിടെ. അതാണ് ഓടിയത്. പക്ഷെ അത് വെച്ച് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണ് കുറച്ച് കണ്ടന്റും കൂടുതലുള്ളതും എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ കഥ പറയാൻ വേണ്ടി ഇവിടെ പോഡ്കാസ്റ്റ് എടുത്തത് അതിനേക്കാൾ ഓടി. ആറാട്ടെണ്ണന്റെ ക്ലിക്ക് ബൈറ്റ് സാധനമാണ് കൂടുതലും ഇപ്പം യൂട്യൂബിൽ ഓടുന്നത്. ക്ലിക്ക് ബൈറ്റും ഈ കോൺട്രവേഴ്സി അങ്ങനത്തെ സാധനം തന്നെ വേണം, എന്നാലേ ഓടും. കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇടും പോലും ആയിപ്പോ. പക്ഷെ അന്ന് ആറാട്ടന്റെ പടം ഇട്ടെന്ന് പറഞ്ഞ് കുറെ പേര് ഇങ്ങനെ പറഞ്ഞു മിസ്ലീഡിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് മിസ്ലീഡിങ് ആണ്, അതവനായിട്ട് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ്. ഞാനിത് അറിഞ്ഞിട്ട് പോലില്ല ഗൈസ്, ഇതിന് ഉത്തരവാദി ഞാനാ. അല്ല സംഭവം നമ്മള് ഇതൊക്കെ പറഞ്ഞാലും കൊമേഴ്ഷ്യലൈസ് ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ. നമുക്ക് വീഡിയോ ഇട്ടിട്ട് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് വീഡിയോ ആയിരിക്കും, പക്ഷെ അത് നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യണമല്ലോ, എന്നാലല്ലേ ഇതിൽ നിലനിൽപ്പുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു തംബ്നെയിലും ടൈറ്റിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂട്യൂബില്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അതിന്റെ പാക്കേജിങ് നന്നായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. അതിനുവേണ്ടി പാക്കേജ് നമ്മളൊന്ന് നന്നാക്കി വെക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ആറാട്ടന്റെ കാര്യം പറയുമ്പോ പുള്ളി ഒരു കോൺട്രവേഴ്സി മറ്റേ ക്യാൻസർ ആണെന്ന് പറഞ്ഞ എനിക്ക് മൈക്ലോമിയ ക്യാൻസർ എന്നാണ് പറഞ്ഞത്. മൈലോ എന്താ അങ്ങനത്തെ ഒരു ക്യാൻസർ, ഒരു ബ്ലഡ് ക്യാൻസർ പോലത്തെ ഒരു സാധനമാണ് പറഞ്ഞത്. ഒരു സീരിയസ് ചികിത്സയില്ലാത്തൊരു ക്യാൻസർ എന്നുള്ള രീതി. എനിക്ക് ക്യാൻസർ ആണ്, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അതായിരുന്നു ഇപ്പോഴത്തെ ഒരു സാധനം. ആ ഒരു സാധനം പിന്നെ അതിനുശേഷം പുള്ളി പറഞ്ഞ് അല്ല ഇത് എന്താണ് അതിന് മുമ്പ് പറഞ്ഞു അല്ല മിസ് ഡയഗ്നോസ് ആയെന്നാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇതിട്ടിരുന്നു, പോസ്റ്റ് ഇട്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ക്യാൻസർ ആണ്, ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ട്. അപ്പൊ അതിനിടയിൽ കുറെ പേര് ഇങ്ങനെ അതിന് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതേപോലെ ഒരു സ്റ്റണ്ട് പൂനം പാണ്ഡെ ചെയ്തിട്ടുണ്ട്. പൂനം പാണ്ഡെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് അതിന്റെ അടുത്ത ദിവസം അതിന്റെ പിറ്റേന്നങ്ങാണ്ട് വീണ്ടും പോസ്റ്റ് ഇട്ട് ക്ഷമിക്കണം, ഇത് ക്ഷമിക്കണമെന്നല്ല, ഇത് മിസ് ഡയഗ്നോസ് ആണ്, ഡോക്ടറിന് അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞ് രണ്ടാമത് പോസ്റ്റ് ഇട്ട്. അപ്പൊ അതിന്റെ അടിയിൽ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞ് ഇത് നിന്റെ ഉടായ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിൽ അതിനുശേഷം പറഞ്ഞു പുള്ളി. പിന്നീട് പറഞ്ഞ് ഇത് ഞാൻ ഫെയിം എന്ന് വെച്ചാൽ ഞാൻ ഫീൽഡ് ഔട്ട് ആവോ എന്ന് വിചാരിച്ച് ഞാൻ ഫെയിം എൻജോയ് ചെയ്ത്, ഞാൻ അറിയാതെയാണ് ഫെയിം ആയത്, അത് എൻജോയ് ചെയ്തു. ഫീൽഡ് ഔട്ട് ആവോന്ന് പേടിച്ചിട്ട് ഞാൻ ഇതാണ് ക്യാൻസർ ആണ്. നിലനിൽപ്പ് വേണം. അതെ. പിന്നെ ഈ ക്യാൻസർ എന്ന് പറയുന്ന പുള്ളി ഒത്തിരി സീരിയസ് ആയിട്ടുള്ള, അത് ആൾക്കാരുടെ ഇമോഷൻ വെച്ചുള്ള ഒരു സാധനമാണ്.
കാര്യം നമ്മളെപ്പോഴും പുള്ളിയുടെ ഒരു ക്യാരക്ടർ അല്ല, പുള്ളിയുടെ വീഡിയോസ് ഇതൊക്കെ നമ്മുടെ റീലിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു ഫൺ സൈഡ്, പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് പറയണാണെങ്കിൽ പോലും നമ്മളൊരു തമാശ, ഭയങ്കര തമാശ, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ഒരു വേറിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് കണ്ടോണ്ടിരിക്കും. ചിലപ്പോഴേ കളിയാക്കാറും ഉണ്ട്. അപ്പോ അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ നമ്മള് പെട്ടെന്ന് അതെ നമ്മളിങ്ങനെ നമ്മള് കളിയാക്കിയതൊക്കെ ആലോചിച്ച് നമുക്ക് വിഷമം വരും. അയ്യോ, അത് തന്നെ ഒരു ടെർമിനൽ ഒരു ഇൽനെസ് എന്ന് പറയുന്ന ഒരു സാധനം ആൾക്കാർക്ക് എന്ന് വെച്ചാ ആൾക്കാർക്ക് വന്നവർക്കും അത് ഫാമിലി ഉള്ളവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം. അപ്പോഴേ ആ ഒരു സാധനം വെച്ചിട്ടാണ്, ഈ ഇമോഷൻ വെച്ചിട്ടാണ് പുള്ളി കളിക്കുന്നത്. ആരുടെ ബുദ്ധിയാണെന്ന് എനിക്ക് അറിയാം. അങ്ങനെ പറയാൻ സാധാരണ ആർക്കും തോന്നൂല ക്യാൻസർ കള്ളം പറയാനൊക്കെ. അല്ല, പുള്ളിയുടെ ബുദ്ധി തന്നെ ആയിരിക്കും, വേറെ ആരുടെയും ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല. പുള്ളി ചിലപ്പോ ഇങ്ങനെ ഇരുന്നപ്പോ വിചാരിച്ചാണ് ഒരു ഭയങ്കര അസുഖമാണ്. മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോ അങ്ങനെയാണല്ലോ, ഈ ലാസ്റ്റ് വലിയൊരു അസുഖം ഉള്ള ഒരാളാണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും സെന്റിമെന്റ്സ് സാധനം വരുമല്ലോ. അപ്പൊ അത് എന്നാലും ആറാട്ടെണ്ണ മോശമായി പോയി. നമ്മള് ഇവിടെ പോഡ്കാസ്റ്റില് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫെയിം തിരിച്ചു കൊണ്ടുവരാന്ന് നമ്മൾ വിചാരിച്ചത്. ഫീൽഡ് ഔട്ട് ആയതൊക്കെ തിരിച്ചു കൊണ്ടുവന്നേനെ. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ചീപ്പ് പരിപാടി കാണിച്ചത്. അത് നമ്മൾ ഓഡിയൻസിന് അത്ര ദഹിക്കില്ല. അല്ല, അത് പുള്ളി തന്നെ ആലോചിക്കണ്ടായിരുന്നു അല്ലേ, എന്തോ ബാക്ക് ലാഷ് ഇട്ടേണ്ടത്. അല്ല, കളിക്ക് പോലും ഇതിങ്ങനെ ആരും പറയാത്ത സാധനമാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ആർക്കായാലും അത് മല്ലു ട്രാവലർ ഇട്ടതും അതും ഒരു മല്ലു ട്രാവലർ ഇടയ്ക്ക് ഇങ്ങനെ അത് കുറെ നാൾ മുന്നേ, ഇതിനു മുന്നേ ഒരു 1-2 മാസം മുന്നേ ഞാൻ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല അങ്ങനത്തെ രീതിയിൽ ഒരു ഇതേപോലെ ടെർമിനൽ ഇൽനെസ് എന്ന് തോന്നിക്കണ ഒരു സാധനമായിരുന്നു ഇട്ടത്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും അസുഖമായിരിക്കോ, അങ്ങനെ ഒന്നും ഒരു ഇതുണ്ടായി. എന്നാലും നമ്മളെ വന്ന് സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അയ്യോ പുള്ളി ഇനിയിപ്പം കുറെ നാൾ ഇവിടെ മറ്റേ ഇവരൊക്കെ മറ്റേ തലതൊട്ടപ്പന്മാരാണല്ലോ യൂട്യൂബില്. അപ്പം പുള്ളി ഇങ്ങനെ കുറെ നാള് മറ്റേ കോൺട്രവേഴ്സി, അങ്ങനെ ഒരു വേറൊരു കോൺട്രവേഴ്സി ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ തിരിച്ചു വന്ന ഈ ഒരു വീഡിയോ ആയിട്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു വീഡിയോ എല്ലാവരും പോസ്റ്റ് ആയിട്ട് അത് കുറച്ച് നാൾ ഇങ്ങനെ അത് ഇങ്ങനെ റൂമർ പോലെ കിടന്നിരുന്നു, എന്താണ് സംഭവം. കുറച്ച് നാൾ അത് പോയി. പിന്നെ പെർഫ്യൂം വാങ്ങണം, അതില് എന്റെ ഫാമിലിക്ക് ടിവിയിലൊക്കെ വന്നു, വാർത്തയില് വന്നു. അതാണ് അവര് പുതിയ എന്തോ പെർഫ്യൂം കമ്പനി തുടങ്ങി, അത് നിങ്ങൾ വാങ്ങണം, എന്നാലേ എന്റെ വീട്ടുകാർക്ക് അവർ സപ്പോർട്ട് ആവണം എന്നൊക്കെ രീതിയിലൊക്കെയാണ് പോസ്റ്റ്. ഇനി തിരിച്ചു വരവ് ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിലായിരുന്നു. പക്ഷെ നീ അടുത്തിടയ്ക്ക് അത് റിവീൽ ചെയ്ത് ഡിപ്രഷനാണ് അങ്ങനത്തെ ഒരു രീതി പറഞ്ഞു. ഡിപ്രഷനും സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഇതും അതുമായിട്ട് ഡിപ്രഷൻ അപ്പൊ ഇതല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ, പക്ഷെ ഇത് അത് ഉദ്ദേശിച്ചല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഡിപ്രഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇങ്ങനെ പോസ്റ്റ് ഇടുമെന്ന്. ഇത് പുള്ളി ഒരു തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു, ഒരു ലോഞ്ചിന് വേണ്ടിയായിരിക്കും. അങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഡിപ്രഷൻ അല്ല, ഒരു മേജർ പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കൂലല്ലേ, ഇങ്ങനെ ചിന്തിക്കൂലെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ അതിനുശേഷം മറ്റേ ഈ പെർഫ്യൂമിന്റെ സാധനവും ആ ഒരു പ്രോഡക്റ്റും കൂടെ കൊണ്ടുവച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ എന്തായാലും പ്രോഡക്റ്റ് കൊണ്ടുവച്ച് മാർക്കറ്റ് ചെയ്ത് പിന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണാൻ, ഇത് എന്താണ് സാധനം എന്ന് കാണാൻ ആള് കയറി, കുറച്ച് കൂടുതൽ ആൾക്കാർ കയറി. പിന്നെ അതിനുശേഷം പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇനി തൊട്ട് തിങ്കളാഴ്ച എന്റെ വീഡിയോ ഫുള്ള് വരും, ഞാൻ ഡെയിലി വീഡിയോ മറ്റേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ബാക്ക്ലാഷ് നല്ല രീതിയിൽ വന്നു. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മളെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അത് നിലനിന്ന് പോകണമെങ്കിൽ പറ്റൂല. അതൊരു ലോങ് ടൈം ആയിട്ട് നമുക്ക് അത് ഉണ്ടെങ്കിൽ ആ ഓഡിയൻസ് ഒരു 10,000 പേരാണ് കാണുന്നെങ്കിൽ ആ 10,000 വെച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ആ 10,000 കൂടെ കളയാനുള്ള പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം മാർക്കറ്റിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ ഈ ഒരു മാർക്കറ്റിംഗ് ആൾക്കാർ സഹിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഇത് കേരളമാണ്, മലയാളികൾ ഇങ്ങനത്തെ പറ്റിക്കപ്പെടുന്ന ഒരു സാധനമൊക്കെ മലയാളികൾക്ക് ഇത് അങ്ങനെയൊന്നുമില്ല. ഏത് ഭാഷയിൽ ഇറക്കിയാലും മലയാളികൾ കുറച്ച് ഇത് പറയുന്നത് ഇനി മലയാളത്തിൽ ഓട്ടോ ഡബ് ഉണ്ടല്ലോ. എവരുടെയൊക്കെ കോൺട്രവേഴ്സി പറയുമ്പോൾ നമ്മുടെ കോൺട്രവേഴ്സിയും പറയാതെ പോകുന്നത് ശരിയല്ല. നമ്മള് അങ്ങനെ ഒരു ബ്ലൈൻഡ് ഒരു അതങ്ങ് ചുമ്മാ അങ്ങ് വിട്ടുകളയ എന്ന് വെച്ചാൽ മനഃപൂർവ്വം വിട്ടുകളയ, അത് ശരിയല്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ് അല്ലേ, നമ്മൾ വേറൊരു പോഡ്കാസ്റ്റ് പോണ ആദ്യമായിട്ടാണ്. ഇന്റർവ്യൂവിനെ പോയിട്ടുള്ളൂ, അത് ഒന്നേ പോയിട്ടുള്ളൂ അല്ലേ.
ഇവിടെ നമ്മളൊരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് അതും കുറച്ച് കോൺട്രവേഴ്സി ആയി. അതെ, മച്ചാന്റെ അവിടെ പോയപ്പോ മച്ചാന്റെ പോഡ്കാസ്റ്റ്. അപ്പൊ അതിൽ തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റ്സുകളാണ് പുള്ളിക്ക് കിട്ടിയത്. നമുക്കല്ല, പുള്ളിക്ക് കിട്ടിയത്. നമുക്ക് എനിക്ക് തോന്നുന്നു ആൾക്കാർ നമ്മളോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് കുറെ പേര് മെസ്സേജ് കമന്റ്സ് ഒക്കെ ഇട്ടത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് എന്നാലും ചീത്തവിളി അത്ര നല്ല ഇതല്ല. നമ്മളതിനെ അവലംബി എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ഡിസ്കംഫർട്ട് പോലെ തോന്നുന്നു ഇത് കണ്ടപ്പോ. അല്ല, ആശയപരമായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇത് അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല, കൂടുതൽ ഈ ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഒരു അതൊക്കെ ചോദിക്കണ, അതൊക്കെ കമന്റ് പറഞ്ഞൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു മറ്റേ അബ്യൂസിങ് അത് ആ ഒരു ലാംഗ്വേജ് ആണ് പ്രശ്നം. നമ്മൾ വായിച്ചപ്പോ ഇത് തോന്നി, ഡിസ്കംഫർട്ട് തോന്നി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് പോലെ അത് വേണ്ട. അപ്പൊ അതും നമുക്കൊരു കോൺട്രവേഴ്സി. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ആ ഒരു കോൺട്രവേഴ്സി കാരണം നമ്മുടെ കൂന്തൽ വീഡിയോയിലും കമന്റ്സ് ഫുള്ള് അതായിരുന്നു. നമ്മൾ മാനേജ് ചെയ്ത രീതിയും അങ്ങനെയൊക്കെയാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു കൂന്തൽ വീഡിയോയുടെ സക്സസും ചിലപ്പോ അതായത് വീഡിയോ അല്ലാതെ ശ്രീകാന്ത് ഉണ്ടാക്കിയ കൂന്തൽ കൂന്തൽ വീഡിയോ ഉണ്ട് 50K ആയി. അപ്പൊ അതാ കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നമുക്കും അല്ലേ എന്തെങ്കിലും ഓടണമെങ്കിൽ ഇപ്പൊ അത് വേണം എന്നുള്ളൊരു പരിപാടിയായി. യൂട്യൂബിൽ അല്ലെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ ഓടുന്നതെന്ന് തോന്നുന്നത്. അല്ലാത്ത വീഡിയോസ് അങ്ങനെ അധികം ചർച്ചയാവുന്നില്ല, ഓടക്കവും കുറെ. യൂട്യൂബിൽ വ്യൂസ് ഇപ്പൊ നല്ല ഡിക്ലൈൻ ആണ്. അല്ല, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകണം. ആ കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറെ പേര് വീഡിയോസ് ചർച്ച ചെയ്യും. അപ്പൊ അത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് ആൾക്കാർ വരും. അപ്പോഴാണ് അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നു, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് പാരന്റ് വീഡിയോയിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. ട്രിക്ക് അതാണല്ലേ. ട്രിക്ക് അതാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ പുറത്തുള്ള ആൾക്കാരും കൂടെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് കാര്യം ഇവിടെ ഇരുന്ന് അഴുകി പോകുന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഇത് പുറത്ത് ആൾക്കാരെ അറിഞ്ഞ് സംസാരിച്ച് ഇങ്ങനത്തെ രീതിയിലുള്ളത്. എനിക്ക് മെയിൻ ആള് നമ്മുടെ സീക്രട്ട് ഏജന്റ് തന്നെയാണ്. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ആൾക്കാർ എന്താണ് സംഭവം, പുതിയൊരു ഇഷ്യൂ, പോയി അതിനെപ്പറ്റി റിസർച്ച്. പിന്നെ നമ്മളെ ചാനലിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാത്തതാണ് ആൾക്കാർക്ക് ഇഷ്ടമാണ്, നമ്മളെ ഓഡിയൻസിന് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. കോർ ഓഡിയൻസിന് അതാണ് ഇഷ്ടം തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മച്ചാന്റെ പോഡ്കാസ്റ്റിലായാലും ആ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് ഈ ഇന്റർനെറ്റ് പോഡ്കാസ്റ്റിൽ നിന്ന് ഇറങ്ങിയ റീസൺ എന്താണെന്ന് അറിയണമെന്നില്ല. ഇല്ല, അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അത് ഭയങ്കര മാറ്റം. പണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ അത് അറിയണ്ടെന്നുള്ളത് നമുക്ക് കംഫർട്ടാണ്. പണ്ടൊക്കെ എന്ത് ലൈവിലൊക്കെ പോയാലും ഒരുപാട് ഇങ്ങനെ കമന്റ്സ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ സൂപ്പർ ചാറ്റ് ഇട്ടൊക്കെ കമന്റ് കാണുമ്പോ വായിക്കാനും പറ്റൂല, വായിക്കും വേണം. അതൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അതൊരു സൂപ്പർ ചാറ്റ് ഇട്ട് ചോദിക്കും. അല്ല, അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് അധികം മനസ്സിലായത് മാത്രമല്ല, അത് കാലപ്പഴക്കം ചെന്നൊരു വിഷയമാണ്. അതിൽ ഇനി കിടന്ന് തോണ്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് അറിയാം. അതൊരു ഇതായി. നിങ്ങൾ തന്നെ ആലോചിച്ചു. ഇപ്പൊ വേറൊരു പുള്ളി ഉണ്ടായിരുന്ന പ്രവീൺ പ്രണവ്, അവർക്ക് ആ ഒരു ഇഷ്യൂ നല്ലോണം മിൽക്ക് ചെയ്തിട്ടുണ്ട്. മിൽക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. ഫോർച്യൂണർ എന്ന് പറഞ്ഞു. ഒരു മറ്റേ 1 മില്യൺ ഒക്കെ അല്ലേ ആ സമയത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കോൺട്രവേഴ്സി, അതും വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നവും അവര് ഇതും അതാണ് അവരിട്ടത്. അതെ അതെ, അത് 1 മില്യൺ 2 മില്യൺ 3 മില്യൺ അതൊക്കെ കണ്ടപ്പോ നമ്മള് പൊതിച്ചിട്ടുണ്ട്. എന്നിട്ടും മനസ്സ് വിടാതെ നമ്മൾ പിടിച്ചു തിന്നു. പിന്നെ ഇനിയിപ്പോ എന്താണ് ഇന്റർനെറ്റിൽ കത്തി നിൽക്കുന്നത്? ഇപ്പം ഇന്റർനെറ്റിൽ കത്തി നിൽക്കുന്നതല്ല, നമ്മുടെ സീക്രട്ട് ഏജന്റിൽ കത്തി നിൽക്കുന്നത് അനിമോളുടെ PR. നമ്മളിങ്ങനെ എന്തെങ്കിലും പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാന്ന് നോക്കുമ്പോ പുള്ളിയെ വെറുതെ ഒന്ന് ഇങ്ങനെ കയറി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും. പണ്ട് നമ്മള് മറ്റേ ഡോക്ടർ ക്രോം, അത് പുള്ളി ഇതേപോലെ ന്യൂസ് ഇങ്ങനെ സ്റ്റോറിയിൽ ഇങ്ങനെ ന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതേ ആ സാധനം വീഡിയോ ആക്കി ചെയ്യുന്ന പോലെയാണ് നമ്മുടെ സീക്രട്ട്. അന്ന് നടക്കുന്ന എന്തൊക്കെ വിഷയങ്ങളാണ്,
അപ്പം ആ വിഷയങ്ങളെ കുറിച്ചുള്ള സംഭവമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സീക്രട്ട് ഏജന്റിനെ വിസിറ്റ് ചെയ്യുക. പ്രൊമോഷനെ പോലെ പൈസ ഒന്നും തന്നിട്ടില്ല. അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ ഹോസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാം. അപ്പോ അങ്ങനെ കണ്ടപ്പോ ഈ അനുമോളുടെ PR 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു ഈ ബിഗ് ബോസിൽ പോണ സമയത്ത്. അല്ല, ബിഗ് ബോസിൽ കയറി, ബിഗ് ബോസിൽ ഓരോ എല്ലാവർക്കും PR ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതില് അനുമോള് 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു. 16 ലക്ഷം രൂപയുടെ PR ഇച്ചിരി കൂടുതലല്ലേ? അവർക്ക് അതിന് മാത്രം റവന്യൂ ഉണ്ട് അതിന്ന്. ചിലപ്പോ ജയിക്കുമ്പോ കൊടുത്താൽ മതിയായിരിക്കും. ഓ ജയിക്കുമ്പോ കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെ ജെനുവിൻ ന്യൂസ് തന്നെയാ. അതാ നമ്മളിങ്ങനെ അതിന്റെ അകത്ത് ഈ ബിഗ് ബോസിന്റെ അകത്തൊരു ചർച്ച നടന്നു. അനുമോൾക്ക് ഇത്രയും PR ഉണ്ട്, അതുകൊണ്ടാണ് അനുമോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് PR കുറവ്. അങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്തോ ഒരു ടാസ്ക് കൊടുക്കും, ഇവിടെ ആർക്കൊക്കെയാണ് PR ഉള്ളത്, അങ്ങനെ എടുത്താ ഇവിടെ ആർക്കൊക്കെയാണ് PR ഉള്ളത്, PR ഇല്ലാത്തതെന്ന് പറയാൻ ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുത്തു. അപ്പൊ അതിലാണ് ഈ അനുമോളുടെ PR-ന്റെ ഒരു സാധനം വന്നത്. 16 ലക്ഷം രൂപയുടെ സാധനം. അത് അനുമോള് പറഞ്ഞാണോ അതാ ബാക്കിയുള്ളവർ പറഞ്ഞത്? വേറെ ആരോ ഒരാള് പറഞ്ഞത്. അപ്പൊ അത് ഒരു വലിയൊരു ഒരു ഇതാണ്. പക്ഷെ അത് PR എനിക്ക് തോന്നുന്നു മിക്കവരും അതിലുള്ള PR കൊടുത്തിട്ടൊക്കെ ഉണ്ട്. എല്ലാരും PR കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ. എന്നാലേ ഈ ഇപ്പം നമ്മള് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോ ക്ലിപ്സ് ഒക്കെ കാണുന്നതൊക്കെ മിക്കതും PR ചാനലുകൾ ഓരോ ക്ലിപ്സ് ആയിട്ട് ഇട്ടിട്ട് അങ്ങനെയാണ് എല്ലാരും ഇടുന്നതൊക്കെ മിക്കതും PR തന്നെ. പിന്നെ നന്മ പ്രവൃത്തി എന്തെങ്കിലും അതില് ചെറുതായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു എന്ത് കുട്ടനാണ് എന്നും പറഞ്ഞ് അതിലിടാറുണ്ട്. അതും PR തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ആ ഒരു സാധനം തന്നെ വരികയാണെങ്കിൽ അത് PR ആയിരിക്കും അല്ലേ? അല്ല, ബിഗ് ബോസിലൊക്കെ പോകുമ്പോ അത് ചെയ്യണോ തോന്നുന്നു. കാര്യം അവിടെ എന്താ അകത്ത് നടക്കുന്നത്, പുറത്ത് എങ്ങനെയാണ് കാണിക്കണേന്ന് അറിയാൻ പറ്റൂലല്ലോ. പിന്നെ പുള്ളിക്കാരി പൈസ കൊടുത്തല്ലേ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ എല്ലാവർക്കും 16 ലക്ഷം കൊടുത്ത് ചെയ്തുകൂടെ? അതാണ് പ്രശ്നം. അതിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബോച്ചെ ഇപ്പൊ ഇതിലോട്ട് പോയിട്ട് ഇപ്പൊ 1 കോടിയുടെ ഒരു PR കൊടുക്കുക. പുള്ളിക്ക് കാശ് ഇത് പ്രശ്നമല്ല. ജയിച്ചാൽ മാത്രം മതി. അല്ലെ BB സീസൺ 7 വിന്നർ പുള്ളി ആയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇത് കൊടുക്കുമ്പോ അതൊരു പ്രശ്നമല്ലേ? ഒരു പ്രശ്നമാണ്. എടാ ഇപ്പം ഇലക്ഷന് തന്നെ ഇങ്ങനെ പൈസ കുറെ ഒരു പാർട്ടി തന്നെ കുറെ പൈസ ഒഴുക്കിക്കൊണ്ടിരുന്ന മറ്റേ പാർട്ടിക്ക് അതിനുള്ള സ്കോപ്പ് നഷ്ടപ്പെടുകയും അതേപോലത്തെ ഒരു സാധനമല്ലേ ഇതും ആണ്. പക്ഷെ PR എന്ന് പറയണ ഇപ്പം അതൊരു ഏജൻസി, PR ഏജൻസി എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ PR ഏജൻസിക്ക് നമ്മൾ മറ്റേ ഇത് അതെങ്ങനെയാണ് ഗൈസ് ആർക്കെങ്കിലും അറിയാമോ? PR ചെയ്യണം. അതെ, നമുക്ക് കുറച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മളും ചെയ്യാം. അല്ല, ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അതിനകത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് എന്താണ് നമ്മുടെ ഇമേജ് എങ്ങനെ വരുന്നെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോ ഒരാളുടെ കരിയർ തന്നെ ചിലപ്പോ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ PR ഒക്കെ കൊണ്ട് കുറച്ചൊന്ന് മിനിക്ക് വെക്കാം. പക്ഷെ അത് ഫുള്ളായിട്ടും പറ്റൂല. PR ഉണ്ടെന്നും പറഞ്ഞ് എന്ത് കാണിച്ചാലും അവര് മെനിക്കാൻ പറ്റൂല, വെളുപ്പിച്ചെടുത്ത് പറ്റുന്നില്ല. ഒരു നെഗറ്റീവ് ഒക്കെ വേണമെങ്കിൽ വരും അല്ലേ? വരും. പക്ഷെ എന്നാലും കുറെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. PR പോളിഷ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു PR-നൊക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്ന കുറെ ഇൻസ്റ്റാഗ്രാം ചാനലും കുറെ യൂട്യൂബ് ചാനലും തുടങ്ങുമായിരിക്കും. ഈ ഇവരുടെ പേരോ അല്ലെങ്കിൽ ഇവരുടെ സംഭവം വെച്ചിട്ട് തുടങ്ങുമായിരിക്കും. എന്നിട്ട് ഓരോരോ കമന്റുകൾ ഇടുക, അങ്ങനത്തെ സംഭവമൊക്കെ ഇടും. മറ്റേ റീലുകൾ കൂടുതലിടും. റീലുകളാണല്ലോ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് എങ്ങനെ ആവണം എന്നൊക്കെ തീരുമാനിക്കുന്ന അതാണല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ചെയ്യും. ഇപ്പൊ 16 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അവർക്ക് എന്തായാലും ഒരു 500 പേരെങ്കിലും മറ്റവരെക്കാട്ടിയും കൂടുതൽ കാണാം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോ കിട്ടുമായിരിക്കും. അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും PR ഉണ്ട്. അതിലുള്ള മിക്കവർക്കും PR ഇല്ലാതെ വരാൻ ചാൻസ് ഇല്ല. വളരെ കുറച്ച് പേർക്കൊക്കെ കാണാതിരിക്കുള്ളൂ. പിന്നെ നമ്മളിപ്പം അങ്ങനെ ഇപ്പൊ എന്താണ് PR എന്താണ് PR അല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അല്ലേ? അതിനുള്ള ഇതില്ല. ഇപ്പം ഓരോ റിയാക്ഷൻ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ പറയണില്ലേ, റിവ്യൂ പറയുന്നത് തന്നെ ചിലപ്പോ PR ആയിക്കൂടുന്നില്ലല്ലോ, സാധ്യത ഉണ്ടല്ലോ. ഒരാളെ പുകഴ്ത്തി പറയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നതൊക്കെ റിവ്യൂവിൽ ഇങ്ങനെ ഇത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അത് അങ്ങനെ അല്ലേ, ഇങ്ങനെ ആയ അങ്ങനെ POV പറഞ്ഞ് ഇപ്പം നല്ല പ്രസന്റേഷൻ കഴിവുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ
ഇപ്പൊ ഒത്തിരി മോശമായിട്ട് ചെയ്താലും അത് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ റിവ്യൂ കാണുന്നതും അത് PR അല്ലെന്ന് പറയാൻ പറ്റൂല. അല്ല, കുറെ ആൾക്കാര് വീഡിയോസ് കാണൂല, ഈ ഒറിജിനൽ ബിഗ് ബോസ് കാണൂല, റിവ്യൂസ് മാത്രമേ കാണൂ. ചില ആൾക്കാരുടെ റിവ്യൂസ് മാത്രം. പിന്നെ ഈ ലൈവ് എന്ന് പറയണ സംഭവം, ലൈവ് എന്തായാലും സാധാരണ ആൾക്കാർക്കൊന്നും മൊത്തം നേരം കാണാൻ പറ്റൂല. അപ്പൊ അതൊക്കെ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും കാണുന്നത്. അപ്പൊ അവര് പറയുന്നത് എന്താണോ അതാണ് ശരി എന്ന് വിചാരിക്കുന്നവർ കുറെ പേരുണ്ട്. പിന്നെ കണ്ടാലും ഇതും കൂടെ ഒന്നും കൂടെ കാണും അല്ലേ? അപ്പോഴും നമുക്ക് ഇപ്പം ഒരു എപ്പിസോഡോ ലൈവോ കണ്ടിട്ട് ഈ റിവ്യൂ കൂടെ ഒന്ന് കാണുമ്പോൾ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയാലോ, ആവൂലേ? കുറെ പോയിന്റ് കിട്ടും, ഇത് കിട്ടും. അതുകൊണ്ട് റിവ്യൂവും റിയാക്ഷനും എല്ലാം PR അല്ലെന്നും പറയാൻ പറ്റൂല. ചിലപ്പോ സീക്രട്ട് ഏജന്റ് PR ആണോ അല്ലയോ അതും പറയാൻ പറ്റില്ല. അതും പറയാൻ പറ്റൂല. സീക്രട്ട് ഏജന്റ് പോയി, ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചോണ്ട് പോയി. വേറെ ആരെങ്കിലും റിയാക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മറ്റേ JBയും PR ആണോ PR അല്ലേന്ന് നമുക്ക് പറയാൻ പറ്റും. വിഷയം മാറ്റം. ഇതിലിങ്ങനെ ഇരിക്കുമ്പോഴേ വീഗാലാൻഡ് മറ്റേ വെള്ളത്തിലൂടെ പോണ സാധനം സ്ലൈഡിൽ പോണ 8 സാധനത്തിൽ ഇരിക്കണ. ഇപ്പൊ PR-ന്റെ കാര്യം പറയുമ്പോഴും ഇപ്പൊ ലൈവ് ഉണ്ടല്ലോ, നമ്മളൊരു ലൈവ് സ്ട്രീം കാണുമ്പോഴും അതിന്റെ ക്ലിപ്സ് ഒക്കെ വരൂലേ, അതും ചിലപ്പോ PR ആയിരിക്കാം പറയുന്നത്. അല്ല, മറ്റേ PR ആണെന്ന് പറയാൻ പറ്റില്ല. കുറെ ഫാൻ പേജുകളുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ കുറെ വ്യൂസ് കിട്ടുള്ളൂ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഐഷോ സ്പീഡ് ഇരിക്കുന്നു, ഐഷോ സ്പീഡ് നടക്കുന്നു, മറ്റേ ആരെങ്കിലും തട്ടുന്നു, അപ്പൊ വിൻ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ല, ഇത് ക്ലിപ്പുകളൊക്കെ ഒരുപാട് അങ്ങനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ലൈവിൽ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് അല്ല, എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വിഷയ സാധനം നമ്മൾ അവിടെ ചെയ്യുന്നു, അത് ക്ലിപ്പായിട്ട് ഇങ്ങനെ ഇട്ട് അത് ഫാം ചെയ്ത് അത് വ്യൂസ് കൂട്ടി അതുവഴി ഇങ്ങോട്ട് കൊണ്ടുവരിക. അല്ലാതെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സാധനങ്ങൾ അങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നവരുണ്ട്. പക്ഷെ അത് ചിലപ്പോ PR ആയിരിക്കൂല, PR ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതുവഴി അവർക്ക് കുറെ വ്യൂസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറെ ഇപ്പം തൊപ്പിയുടേതായാലും മറ്റേ എവരുടേതായാലും അങ്ങനത്തെ കുറെ റീൽസ് ഒക്കെ ഇടുന്നത് എന്ന് പറഞ്ഞാല് കുറെ വ്യൂസ് കിട്ടുന്നുണ്ട്. പിന്നെ തൊപ്പിക്ക് തന്നെ പുള്ളിയുടെ തന്നെ ഇപ്പൊ ഒരു അറ്റ് എ ടൈം 10K പ്ലസ് ഒക്കെ അല്ലേ, 20K പ്ലസ് വ്യൂസ് ഒക്കെ ഉള്ളതാണ്. അപ്പം പണ്ട് എനിക്ക് നമ്മുടെ പോഡ്കാസ്റ്റിന് വന്നിട്ടില്ലേ, ഇൻട്രസ്റ്റ് പോഡ്കാസ്റ്റിന് വന്നിട്ടില്ലേ, അതേപോലത്തെ ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഇപ്പൊ ഒരു കോണ്ടസ്റ്റ് ആണ്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റ് ആണ്. അപ്പൊ അതിൽ ജയിക്കണത് ഇങ്ങനെ ഒരു ഈ രീതിയിലാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് PR. പക്ഷെ ഒരു മാറ്റമില്ലേ ഈ ക്ലിപ്സിന്റെ ഇതില്? പണ്ടത്തെ പോലെയാണ് ഇപ്പൊ നമ്മൾ ആ ടൈമിൽ നിന്ന പോലെയാണ് ഇപ്പോഴും കുറച്ചും കൂടെ ഒരു കൂടുതലല്ലേ ഈ ക്ലിപ്സ് ഇങ്ങനെ വന്നുകൊണ്ട് ഫാൻസ് ഇങ്ങനെ വന്ന് ഒരുപാട് ക്ലിപ്സ് നമ്മളെ ഇതിൽ വരൂലേ. എന്ന് വെച്ചാൽ ഒരു ലൈവ് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് അവര് ക്ലിപ്സ് ആയിട്ട് അങ്ങ് ഇടയാണ്. അപ്പൊ നമുക്ക് കൂടെ ആരെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഫാൻസ് ഗ്രൂപ്പുകൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പറഞ്ഞ് ചിലപ്പോ ഇടലും കൂടെ പോകുമെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ അത് എനിക്ക് തോന്നിയത് PR ആയിട്ട് തോന്നിയില്ല. അത് കുറച്ചുകൂടെ PR കാണുമായിരിക്കും, കുറച്ച് മറ്റേ ഒരു കോണ്ടസ്റ്റിന് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള PR ആയിരിക്കില്ല. പക്ഷെ കുറച്ചുകൂടെ ഫാൻ ബേസ്ഡ് ആയിരിക്കും. അങ്ങനത്തെ കുറെ ഇപ്പൊ ഐഷോ സ്പീഡിന് തന്നെ ആ ഒരു 35 ദിവസം USA ഫുൾ ട്രാവൽ ചെയ്തല്ലോ. അപ്പൊ അത് തന്നെ കുറെ ആൾക്കാര് ആ ലൈവ് കണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്പീഡിന്റെ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കണം. അവർക്ക് ഫീഡ് ചെയ്യുന്ന അവർക്ക് വേണ്ടി ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഇതിടുന്ന ചാനലിന് ഉപയോഗം ഉണ്ടല്ലോ, ഇത് കണ്ട് വ്യൂസ് കയറി അവർക്ക് ഫോളോവേഴ്സ് കൂടുമല്ലോ. തൊപ്പിയുടെ സാധനം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഫേമസ് ആയിട്ടുള്ളവരുടെ ഇത് ഇടുമ്പോഴത്തേക്കും അവർക്കും റീച്ച് കൂടുതലല്ലോ. ശരിയാ, അങ്ങനെ ആയിരിക്കാം. PR എന്ന് മാത്രം പറഞ്ഞു അത് മാത്രമായിരിക്കും തോന്നുന്നില്ല, മറ്റതും കാണുന്നു തോന്നുന്നു. ഈ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് കണ്ടത് AJPയുടെ ബോഡി ഷോ. എനിക്ക് പാവം തോന്നി, AJPയുടെ അടുത്തൊരു പാവം തോന്നി. കാരണം കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ആൾക്കാരും പുള്ളിയെ മാത്രം ഒരു കളിയാക്കണ ഒരു കോമാളി വൽക്കരിച്ച പോലെ തോന്നി. അതൊരു ലൈവില് തന്നെ അങ്ങനെ തോന്നിയപ്പോ ഒരു ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ അവര് മസ്കുലർ ആണ്.
അവർക്ക് ബോഡി ഷോ എന്ന് പറഞ്ഞ ഇപ്പം നമുക്ക് ഇപ്പൊ എന്റെ ബോഡി നല്ലതാണെങ്കിൽ നമുക്ക് ബോഡി ഷോ ചെയ്യാൻ തോന്നും. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ആ ഒരു പുള്ളിക്ക് പിന്നെ അത് അറിഞ്ഞുകൂടാ. ഈ AJPക്ക് അറിഞ്ഞൂടായിരിക്കും. എന്നാലും അതൊരു സെൻസ് ചെയ്യാനും അതൊരു പുള്ളിക്ക് അത് കെയർ ചെയ്യൂലായിരിക്കും അങ്ങനെ ഒരു സാധനം. ഇപ്പൊ ഈ മറ്റേ പുറത്തുള്ളവരൊക്കെ ഇല്ല, ഇപ്പം വേറെ അവരിങ്ങനെ ചെയ്യാറുണ്ട്. കൂടിയിരുന്ന് എല്ലാരും കൂടെ കളിയാക്കുകയാണെങ്കിൽ അത് മോശമാണ്. പക്ഷേ AJPയുടെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ AJPയുടെ കാര്യം നോക്കുവാണെങ്കിൽ പുള്ളി കളിയാക്കപ്പെടാനല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ശരിയാ. അപ്പോ നേരത്തെ പറഞ്ഞ ഒരു ലൈവ് ലൈറ്റ് നിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോ മൈൻഡിൽ കാണുമായിരിക്കും. പക്ഷെ കണ്ടപ്പം ദാസൻ ചേട്ടൻ അത് അത്ര സൂചിച്ചില്ലല്ലേ. ചിലപ്പോ ആ ഒരു പുള്ളി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വേറൊരു കോണ്ടക്സ്റ്റിലാണ് ഇങ്ങനെ ചെയ്തിരുന്നേ കുഴപ്പമില്ല. ആ ഒരു സ്പേസിൽ ഇരുന്ന് ബാക്കിയുള്ളവരെല്ലാരും പുള്ളിയെ കളിയാക്കൽ ഒറ്റയ്ക്കൊരു ഇതില് പുള്ളിയെ ഒരു പ്രോഡക്റ്റ് പോലെ ഒരു ഷോ പോലത്തെ ഒരു സാധനം പോലെ അത് വെച്ചിട്ട് ഒരു കളിയാക്കൽ ആ ഒരു സംഭവം ഇല്ലേ. അല്ല കമന്റ്സിൽ ഫുള്ള് ഇങ്ങനെ ഈ കളിയാക്കുന്ന തന്നെയാണ്. ഈ AJP ഇങ്ങനെ ഒരു കോമാളിയെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കമന്റ്സിൽ. കുറെ ഇങ്ങനെ വൃത്തിയോടൊക്കെ പറയുന്നുണ്ട്. അല്ല പുള്ളി ഇപ്പം മറ്റേ എനിക്ക് തോന്നുന്ന ശ്രീകാന്ത് ഒക്കെ പണ്ട് ഇങ്ങനെ എപ്പോഴും അയക്കും പുള്ളിയുടെ റീൽ. ശ്രീകാന്തിന് സ്ഥിരമായപ്പോ പണ്ട് എപ്പോഴും അയക്കുമായിരുന്നു. അതും അവന്റെ ആണെങ്കിൽ പുള്ളി ചെയ്യണ പരിപാടികളൊക്കെ നമുക്കറിയാം. കളിയാക്കൽ എന്നുള്ള അത് കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി അല്ലെ അങ്ങനെ ഒരു എൻഗേജ്മെന്റ് കൂട്ടണം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. പിന്നെ പക്ഷെ പുള്ളിക്ക് അത് അറിയില്ലാത്ത അങ്ങനെ ഒരു ഇന്റലിജൻസ് ഇല്ലാത്തതായിരിക്കാനും ചാൻസ് ഇല്ലേ. അത് സെൻസ് ചെയ്യാനും അറിയാത്തൊരു ചാൻസ് ഉണ്ട്. നമ്മൾ കളിയാക്കൽ പെടയാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞ ഒരു കോമാളിയാണ് അത് ആ ഒരു നാണക്കേട് പോലത്തെ ഒരു സാധനം ആ ഒരു ഇന്റലിജൻസ് ഇല്ലാത്തോണ്ടും ആയിരിക്കാം. പക്ഷെ പുള്ളി അത് അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ അടുത്ത്. ഇതിപ്പോ എത്ര വർഷമായി അല്ലേ ഈ ഫീൽഡിൽ ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 2006 വന്നത് ആറാട്ട സിനിമയുടെ സമയത്തായിരുന്നു. അത് ഏത് വർഷമായിരുന്നു? 2022 കൊണ്ടായിരുന്നു. അപ്പൊ 3 വർഷമായി. 3 വർഷമായിട്ട് ഈ പുള്ളി ഈ ഫീൽഡ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല. അല്ല പുള്ളിക്ക് ശീലം തന്നെ. പക്ഷെ ദാസന് വിഷമമായി, ഇഷ്ടമായില്ല. അതെ. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോ കോൺട്രവേഴ്സീസ് ആണ് കണ്ടന്റ് മേക്കിംഗ് കിങ് ആയി കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യും? കോൺട്രവേഴ്സി ഉണ്ടാക്കണം. അപ്പൊ എന്തും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാല്ലേ. അല്ല എന്തായാലും നിങ്ങളുടെ ഒരു ഇപ്പം ഈ ഒരു യൂട്യൂബിൽ കുറെ നാളായല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സീസ് കാരണം ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണ ആരായിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഈ ബോച്ചെ ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. മറ്റേ ഡബിൾ മീനിങ് സാധനങ്ങൾ വെച്ചിട്ട്. നിങ്ങളുടെ ഇതിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ ഇതില് ദിയാകൃഷ്ണൻ. അവര് തന്നെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഈ കോൺട്രവേഴ്സീസിന്റെ സാധനമൊക്കെ. അല്ലെങ്കിൽ കൃഷ്ണ ആ ഗ്രൂപ്പ് ഫാമിലി എപ്പോഴും ചർച്ചാ വിഷയങ്ങൾ അത് ഓർഗാനിക്കലി അവർ എങ്ങനെയെങ്കിലൊക്കെ വരും. എനിക്ക് മനസ്സിലാവുന്നില്ല. ആയിരിക്കൂല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എപ്പോഴും ഒരു ചർച്ചയിൽ വരും. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രീക്ക് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇത്രയും ഇങ്ങനെ ഈ ഒരു ഫ്ലോയിൽ പൊക്കോണ്ട് ചിലവരിങ്ങനെ കയറി പോയിട്ട് അങ്ങ് താഴെ ഇറങ്ങും. പക്ഷെ ഇത് അവര് താഴെ ഇറങ്ങണില്ല, അവര് ഇങ്ങനെ പൊക്കോണ്ട് ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ ഇവരാ ഇത്ര കോൺട്രവേഴ്സി ഉണ്ടായാലും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവര് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് സമ്മതിച്ചു അവരങ്ങ് നിൽക്കും. അതാ ദിയാകൃഷ്ണൊക്കെ ആണെങ്കിൽ സൂപ്പർ കട്ട മൈൻഡ് സെറ്റ് ആണ്. നമുക്കൊന്നും അതില്ല. നമ്മളൊക്കെ എന്തെങ്കിലും കോൺട്രവേഴ്സി കയറി കഴിഞ്ഞാൽ വിഷമാവും. നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. എവര് എന്തരുടെ അല്ലേ വല്ലാത്തൊരു മൈൻഡ് സെറ്റ് ആണ്. ഭയങ്കര ഒരു കിടിലമാണ്. അപ്പൊ കോൺട്രവേഴ്സീസ് നോക്കുകയാണെങ്കിലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോഴും മിസ്റ്റർ ബീസ്റ്റ് ഇതുവരെ അങ്ങനെ ഒരു കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പക്ഷെ പുള്ളിയുടെ സാധനം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ വണ്ടർ അടിച്ചു പോണ രീതിയിലുള്ള കണ്ടന്റുകളല്ലേ.
അല്ല പക്ഷെ ആ ഒരു എറയുടെ ഒരു ഇതാണെങ്കിലോ, ഒരു എറാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു സംഭവം പൊങ്ങി വന്ന സമയത്ത് പുള്ളി ഇങ്ങനെ അല്ല ആ ടൈമിൽ ഈ കോൺട്രവേഴ്സി ആരും നോക്കൂല, ഈ കണ്ടന്റ് മാത്രമേ ആൾക്കാർ നോക്കത്തുള്ളൂ. ആ ഒരു ടൈമിന്റെ ഒരു ഗുണമുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് മിക്കവരും മറ്റേ കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനത്തെ കണ്ടന്റുകൾ, ഇങ്ങനത്തെ എല്ലാം കണ്ടന്റുകൾ, നല്ല രസമുള്ള കണ്ടന്റുകൾ ചെയ്യണ കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ വൈറലായി വന്നവരാണ് ഈ മിസ്റ്റർ ബീസ്റ്റ്, പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ആ രീതി മാറിയല്ലേ? എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഇതിലാണ് ഓടുന്നത്, പ്രത്യേകിച്ച് കേരളത്തില്. പുറത്തുള്ള യൂട്യൂബേഴ്സ് കോൺട്രവേഴ്സിയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അല്ല എനിക്ക് തോന്നുന്നു മെയിൻ ഇഷ്യൂസ് എനിക്ക് തോന്നുന്ന ഈ ഒരു ഇഷ്യൂ നടന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായിരിക്കും ഈ നമ്മുടെ കാരണം, ആ ഒരു ചേഞ്ചിന് കാരണം, ഈ ഒരു ചേഞ്ചിന് കാരണം അതായിരിക്കും. കാരണം ഈ റിയാക്ഷൻ അതുപോലെ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ഹേറ്റേഴ്സോ ഫാൻസോ ഉണ്ടെന്ന് വെച്ചോ, അതായിരിക്കും അവര് ഓഡിയൻസ് അല്ലേ? അവര് നമ്മളിപ്പം ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവര് നമ്മളെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹേറ്റേഴ്സ് അവിടെ കയറി പോയിട്ട് അവർക്കൊരു സപ്പോർട്ട്, അവർക്കൊരു കേൾക്കുമ്പോ ഒരു മനസ്സിലായി. അർജു ഒക്കെ വന്നത് ആ ഒരു സംഭവം ടിക്ടോക്കിനെ റോസ്റ്റ് ചെയ്തിട്ടാണ് അന്ന് പെട്ടെന്നൊരു കയറി വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു സംഭവമായിരിക്കും അത്. അങ്ങനത്തെ കുറച്ച് ഇത് കൂടി ഇപ്പൊ ഇതിനെപ്പറ്റി കമന്ററി പറയുന്ന, ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കമന്ററി പറയുന്ന കുറെ ടീംസ് കൂടി, ചാനൽസ് ഉണ്ട്. അപ്പൊ അവര് ആ ഒരു സംഭവം കാരണമായിരിക്കുമോ ഇങ്ങനത്തെ ഇപ്പൊ കണ്ടന്റ് ആൾക്കാർ ഉണ്ടാക്കുന്ന കണ്ടന്റിൽ ചേഞ്ച് വന്നത്? ഒറിജിനൽ കണ്ടന്റ് കുറവ്, ഒറിജിനൽ കണ്ടന്റ് ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ, ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എന്ന് വെച്ചാൽ ഒറിജിനൽ കണ്ടന്റിന് നല്ല എഫേർട്ടും എഡിറ്റിങ്ങും പിന്നെ പ്രൊഡക്ഷന് പൈസ ആവും. പക്ഷെ ആ ഒരു ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ ഒരു റിസൾട്ട് ഈ ഫാമിലി ഓഡിയൻസ് ഇപ്പം വെറുതെ എന്തെങ്കിലും ഒരു അത് ചർച്ചാ വിഷയമാവാത്ത ടോപ്പിക്കുകളാണ്. ചർച്ചാ വിഷയമാവുന്ന ടോപ്പിക്കുകൾ ഉണ്ടാക്കിയാൽ ഇപ്പം നിലനിന്ന് പോകാൻ പറ്റും. അതാണ് സംഭവം. അങ്ങനെ ചർച്ചയാക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട്. അപ്പം എനിക്ക് തോന്നണ അതായിരിക്കാം തോന്നണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വിട്ടുകൊടുക്കുക, അത് ബാക്കിയുള്ളവര് ചർച്ച ചെയ്യുക, അതുവഴി ഇങ്ങോട്ട് ആൾക്കാർ വരിക. ഇപ്പൊ മിസ്റ്റർ ബീസ്റ്റ് ഇപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്യാണെന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ചിലപ്പോൾ വ്യൂസ് കൂടും. അതല്ല, ഒരു 10,000-5,000 രൂപയുടെ ഒരു പ്രൈസ് മണിയിൽ നമ്മളൊരു എന്തായാലും ഒരു ഗെയിം ചെയ്യുകയാണ്. പക്ഷെ ആ ഒരു ഗെയിമിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം നടന്നു, അന്ന് ആ സംഭവം വെച്ചിട്ട് ആൾക്കാർ ചർച്ച ചെയ്യും. അത് അങ്ങനെയാണെങ്കിൽ വ്യൂസ് കൂടുമായിരിക്കും. ഇപ്പൊ അവന്മാര് നമ്മളെ പറ്റി വീഡിയോ ഇടണമെങ്കിൽ അവന്മാർക്ക് വ്യൂസ് കിട്ടണം. അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കണം. ഇപ്പം ഒരു ഗെയിമിന്റെ ഇടയിൽ ദാസനും ശ്രീകാന്തും അടിയായി, ദാസ ഹോസ്പിറ്റലൈസ് ആയി. അത് കോൺട്രവേഴ്സിയാണ്, അത് ചർച്ച ചെയ്യപ്പെടും. എന്തിന് ചർച്ച ചെയ്തില്ലെങ്കിലും അത് ഓടും, ചർച്ച ചെയ്തില്ലെങ്കിലും ഓടും. അതെ, അത് അതിന് ശേഷമുള്ള സാധനങ്ങളുണ്ടല്ലോ. പിന്നെ ശ്രീകാന്തിനെ പറ്റി, ശ്രീകാന്തിനോടുള്ള ഒരു ശ്രീകാന്ത് എന്ത് ചെയ്യും, അല്ല അത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും ഫെയിം വേണം എങ്കിലേ അവര് ശ്രീകാന്ത് ഫെയിം കിട്ടോടാ. എനിക്ക് തോന്നുന്നു കിട്ടും. അടിച്ച് പിരിയണം ആ ഒരു ഇഷ്യൂ. അതിനെക്കാട്ടി നീ ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് വന്നായിരുന്നു നിങ്ങളെ അടിപ്പിക്കാൻ വേണ്ടിട്ട്. അല്ല കോൺട്രവേഴ്സീസ് ഇപ്പം ഷസാം ആയാലും, ഷസാം റിവ്യൂ ചെയ്യണ ഇപ്പം റിവ്യൂ ടെക് വ്ളോഗ്സ്, ടെക് ഇതൊക്കെ മാർക്കറ്റ് കുറവല്ലേ? കുറവാ. പക്ഷെ പുള്ളി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടിമ്മിനെ കുറിച്ച് ആഞ്ഞടിക്കുന്നു, പിന്നെ ഈ സാംസങ് ഇതോ കൊള്ളൂല അങ്ങനത്തെ രീതിയിൽ തുറന്നടിച്ച പോലെ പറയണോണ്ടും കൂടെ അല്ലേ വ്യൂസ് കിട്ടണം. അങ്ങനെ ഒരു സാധനം, അതിനൊരു മാർക്കറ്റ് സംസാരിക്കുന്നതിനൊരു മാർക്കറ്റുണ്ട്. അതെ, അത് ശരിയാണ്. ചിലപ്പം എന്തുവാടി എന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റ്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ സ്ലാങ്. അതെ, സ്ലാങ്ങിനൊരു സാധനം ഉണ്ടോടാ? അതുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ പോഡ്കാസ്റ്റ് ചാനലാണോ, വീഡിയോ ചാനലാണോ, ലൈവ് ചാനലാണോ എന്നുള്ളതൊന്നും ആൾക്കാർക്ക് ഒരു നിശ്ചയമില്ല. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് കാണുമായിരിക്കും. ഇപ്പൊ നമ്മൾ റിയാക്ഷൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ
വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയാണ്. വന്നേനെ. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് അല്ല കറണ്ട് ഇവന്റ്സിനെ ഒക്കെ പറ്റിയിട്ട് അനിമോൾ PR കൊടുത്തത് 16 ലക്ഷത്തിനോ, അടുത്തത് 10 ലക്ഷത്തിനോ, പിന്നെ 20 ലക്ഷത്തിനോ എന്ന് പറഞ്ഞിട്ട് 3 വീഡിയോസ് കിട്ടിയാലേ അത് ഓടും. ആ സമയത്തിന്റെ ഒരു സമയത്തിന്റെ കോൺട്രവേഴ്സി നിൽക്കുന്ന സമയത്ത് തന്നെ ഇടാൻ പറ്റണം. ഇപ്പോഴാ ഒരു സംഭവമാണ്, സമയത്തിൽ തന്നെ ചെയ്യണമെന്നുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഏജന്റ് അതേപോലത്തെ കുറെ ചാനൽസ് ഉണ്ട്. അവരൊക്കെ ഒരു ദിവസം തന്നെ ഒരു 3 വീഡിയോ 4 വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇഷ്യൂ വരുന്ന ആ സ്പോട്ടിൽ തന്നെ അവർ അതിനെ പറ്റി റിയാക്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് അവർക്കുണ്ട്. ഇപ്പം യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതിനൊരു നിലനിന്ന് പോകാൻ ഒരു പ്രത്യേക നീഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ ചാനൽസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലേ? ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചുമ്മാ ഇതില്ലേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ ആൾക്കാർക്ക് നിന്ന് പോകണം, പൈസ ഉണ്ടാക്കുന്ന മാത്രമാണെങ്കിൽ റിയാക്ഷൻ ചാനലാണെന്നോണ്. ചെലവും ഇല്ല, അത്ര ചെലവും ഇല്ല, പക്ഷെ വ്യൂസും ഉണ്ട്. അല്ലേ? റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞാലും അത് നമ്മുടേതായിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ അതിൽ കൊടുക്കണം. അത് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കണം. എന്നാലേ പിന്നെ അത് കഴിവണം. റിയാക്ഷൻ ചാനൽ തുടങ്ങിയിട്ട് കാര്യം എളുപ്പമുള്ള പരിപാടിയല്ല. അല്ലല്ല, അത് സത്യം. സംസാരിക്കാൻ നല്ല കഴിവാണ്. ചുമ്മാ മറ്റേ അവര് പറയണ സാധനം തന്നെ നമ്മൾ തിരിച്ചു വേറൊരു ചാനലിൽ കാണുന്നത് അതേപോലെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് വേണം, സംസാരിക്കാനുള്ള കഴിവ് വേണം, കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പുതുതായിട്ട് അറിവ് കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പം പണിയുണ്ട്. അത് ശരിയാ, നമുക്ക് പറ്റിയ സാധനമല്ല. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ യൂട്യൂബ് കോൺട്രവേഴ്സിയെ കുറിച്ചുള്ള പോഡ്കാസ്റ്റ്. അതെ അതെ. അപ്പോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതെ, എന്താണ് യൂട്യൂബില് ഇപ്പൊ രക്ഷപ്പെടാനുള്ള പറഞ്ഞു തരുമോ? രക്ഷപ്പെടട്ടെ. വ്യൂസ് വാങ്ങിക്കാം. വ്യൂസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഈ ഇപ്പോഴത്തെ ചിലതൊക്കെ എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് 50 പോലും കേറുന്നില്ല. അല്ല, ഒരു സമയത്ത് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നീട് എനിക്ക് തോന്നുന്നു ഡിക്ലൈൻ ആയി. പിന്നെ ഇടയ്ക്ക് ഇത് കയറി ചിലപ്പോ കണ്ടന്റിന്റെ ക്വാളിറ്റിയുടെയും കൂടെ പ്രശ്നമായിരിക്കാം. ചിലപ്പം അതിനുള്ള ഒരു സ്റ്റഫ് അതിന്റെ അകത്തില്ലാത്തതും ആയിരിക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കോൺട്രവേഴ്സി റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ വ്യൂസ് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നത്. അതല്ലടാ, ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചന്തു സലീംകുമാറിന്റെ ഓടിയില്ലേ, ഈ ആദ്യത്തെ ഗസ്റ്റ് അതിന്റെ ഒരു ഇതുകൊണ്ട്, പിന്നെ നല്ല പോഡ്കാസ്റ്റ് പുള്ളി നന്നായിട്ട് സംസാരിച്ചതിന്റെ ഒരു ഇതുകൊണ്ട്, പിന്നെ നമ്മുടെ മീൻ പിടിക്കാൻ പോയത് ഫോട്ടോ ഇല്ലായിരുന്നു. പക്ഷെ ആ മീൻ പിടിക്കാൻ പോയത് ഈ ടൈമിലല്ലാതെ ഒരു 2 വർഷമോ 3 വർഷമോ മുമ്പോ ഇട്ടിരുന്നെങ്കിൽ അതൊരു 500K അടിച്ചേനെ. നമ്മൾ സ്ക്വിഡ് ഗെയിം ഈ ടൈമിലല്ല ഇട്ടിരുന്നെങ്കിൽ ഒരു 3 വർഷമോ 2 വർഷമോ മുമ്പേ ആണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അത് ചുമ്മാ ഒരു 1.5 മില്യൺ അടിക്കും. സമയത്തിന്റെ ഒരു ഇതുണ്ട്, ഒരു ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഓഡിയൻസിന്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ ഓഡിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ അമ്മയും അച്ഛനും ആണ് ഇപ്പം കൂടുതൽ കൺസംഷൻ കൂടി ചേഞ്ച് ആയി. കൺസംഷൻ കൂടിയ അനുസരിച്ച് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മാറി, കാണുന്ന ഇത് ടോപ്പിക്കുകൾ മാറിപ്പോയി. ഇവർക്കുള്ള പ്രശ്നം എന്തെന്നറിയാമോ? ഈ യൂട്യൂബ് നോക്കിയിട്ടേ, യൂട്യൂബ് എല്ലാം നോക്കി കുറെ നേരം ഇരിക്കും, പക്ഷെ ഇവർക്ക് കുറ്റബോധമാണ് ഇത്രയും നേരം സമയം അല്ലടാ. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പം ഇങ്ങനത്തെ നമ്മൾ ഈ വലിയൊരു ബ്രഹ്മാണ്ഡ സാധനങ്ങളൊക്കെ ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ അത് എപ്പോഴെപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ബോറിങ് ആവും. അതൊരു ലൈഫ് ഇല്ലാത്ത പോലെ തോന്നും. അതാ, അപ്പോഴും ഇങ്ങനത്തെ കോൺട്രവേഴ്സിയിലായിരിക്കും ഇച്ചിരി സമാധാനം കിട്ടും. പിന്നെ നമുക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നുന്നു, ഈ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ ഗ്രൂപ്പാണ്. ഗ്യാങ്ങിന്റെ പ്ലസ് പോയിന്റ് ആണ് ഏറ്റവും ഉള്ളത്. അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കാര്യം അതൊന്നും ബാക്കിയുള്ള യൂട്യൂബിൽ അങ്ങനെ അധികം കാണാത്തൊരു സാധനമാണ്. പണ്ട് കുറെ പേരുണ്ടായിരുന്നു, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ അവരെല്ലാം പിരിഞ്ഞു പോയി. അങ്ങനെയല്ല, ഈ മറ്റേ വെസ്റ്റേൺ അമേരിക്കൻ സാധനങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാരും കുറെ പേരൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോയി. അതും ഇതുകൊണ്ടാ വ്യൂസ് കുറയും. ഈ അവരെ മറ്റേ ഡ്യൂഡ് പെർഫെക്റ്റ് ഒക്കെ അവരെ പോലത്തെ സാധനങ്ങൾ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ കുറെ ഗ്രൂപ്പുകൾ വന്നിട്ട് കുറെ ചെയ്തു, പക്ഷെ അവരെ വ്യൂസ്
ഇടിഞ്ഞു. എപ്പോഴും ഈ ബ്രഹ്മാണ്ട സാധനങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ഇതാണ്. ഇപ്പൊ എനിക്ക് കുറച്ചൊരു ജെന്യുവൻ ആയിട്ട് കണക്ഷൻ കിട്ടണം. ആ ഒരു കണക്ഷൻ കിട്ടിയാലേ ആൾക്കാർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടണം അല്ലേ. നോക്കട്ടെ. അല്ല അത് സത്യം. ഇപ്പൊ നിനക്ക് AJPയുടെ ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇമോഷണലി ഒരു ഇത് വന്നില്ല, അതൊരു പാവം തോന്നി. എന്ന് വെച്ചാൽ പുള്ളി ഒരു കൂട്ടത്തിലൊരു ഒരു അണ്ടർഡോഗ് ആയതുകൊണ്ടായിരിക്കും എനിക്ക്. അണ്ടർഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി വെച്ച് നോക്കുമ്പോഴേ അല്ല പുള്ളിനെ വിളിച്ചു വരുത്തി അവമാനിക്കുന്നു അങ്ങനെ തോന്നി. അതാണ് അപ്പൊ ആ ഒരു കണക്ഷന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മളും കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നമുക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മള് എന്തെങ്കിലും ഒരു യുണീക്ക് പോയിന്റ് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഒരു സാധനം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 2 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ മെയിൻ ആയിട്ട്. അപ്പോഴേക്കും നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു പിടുത്തം കിട്ടും, എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടൂടാ. എന്തെങ്കിലും ഒരു യുണീക്ക് ഫാക്ടർ എവിടെയെങ്കിലും വരും. അത് വെച്ചായിരിക്കും നമുക്കൊരു ഉന്നതിയിൽ എത്തുന്നത്. നമ്മള് അത് എന്ന് വെച്ചാ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വരുമെന്ന് ഇനി അടുത്ത പ്രാവശ്യം ദാസന്റെ എന്തെങ്കിലും സെൻഡ് ചെയ്യാനാണ് നിങ്ങൾ അപ്പോഴേ കണക്ട് ആവാൻ ചെയ്യണയാണ്. അല്ല നമ്മൾ ഇനി കുറച്ചും കൂടെ ഈ ഒരു ഒക്ടോബർ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള പല സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അല്ല മാക്സിമം ട്രൈ ചെയ്യണം. മാക്സിമം ഒരു വെറൈറ്റിയോ ഇതേപോലത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ ആൾക്കാർ ചിന്തിക്കാത്ത ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുമെന്ന് ചിന്തിക്കാത്ത കുറച്ച് സാധനങ്ങളും കുറച്ച് എഫേർട്ട് എടുത്തിട്ട് കണ്ടന്റ് നമുക്ക് ചെയ്തു നോക്കാം. ലൈവും കുറച്ച് ഗെയിംസും കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലും പിടിച്ചിരുത്താൻ പറ്റുമോ നോക്കാം. അപ്പം ബ്രഹ്മാണ്ട സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് ദാസചേട്ടൻ പറയുന്നത്. അപ്പോ ഇന്ന് നമ്മൾ എന്തായാലും കുറെ കോൺട്രവേഴ്സിയെ പറ്റി സംസാരിച്ചു, നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇപ്പൊ നടക്കുന്ന കോൺട്രവേഴ്സിയെ പറ്റിയിട്ടുള്ളൊക്കെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റിൽ അറിയിക്കുക. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വിയോജിപ്പ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക, കോൺട്രവേഴ്സി ആക്കുക. നിങ്ങളൊന്ന് പറ കോൺട്രവേഴ്സി അല്ലേ ഇപ്പൊ എല്ലാം. ഞങ്ങളുടെ കോൺട്രവേഴ്സി ഇത്രയേ ഉള്ളൂ, മറ്റേ ലാല് പറയും പോലെ. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞ് നമുക്ക് ഇത് എൻഡ് ചെയ്താലേ. വലിയ വീഡിയോസ് ഇനി വരുന്നുണ്ടെന്നും കൂടെ പറഞ്ഞു. വലിയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, കാത്തിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.